നമസ്കാരം. ബ്രഹ്മചാരികളുമായുള്ള സത്സംഗത്തിന് ശേഷം ഹിമാലയൻ സന്യാസി മടങ്ങി വന്നു. ഞങ്ങളെ കാത്തിരുത്തിയതിന് ഖേദം പ്രകടിപ്പിച്ചു. അദ്ദേഹം തുടർന്നു, ഭാരതത്തിലെ സ്ത്രീരത്നങ്ങളുടെ ആത്മീയ ഔന്നത്യത്തെക്കുറിച്ചും അർപ്പണഭാവത്തെക്കുറിച്ചും ആയിരുന്നുവല്ലോ നമ്മൾ പ്രതിപാദിച്ചിരുന്നത്. സാവിത്രി എന്ന മഹതിയെക്കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതിനെ അടിസ്ഥാനമാക്കി മിക്കവാറും എല്ലാ ഭാഷകളിലും ചലച്ചിത്രവും വന്നിട്ടുണ്ട്. എന്നിരുന്നാലും സാവിത്രിയുടെ ചരിത്രം ഇവിടെ പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. മദ്ര രാജ്യത്തെ രാജകുമാരിയായിരുന്നു സാവിത്രി. തനിക്ക് അനുയോജ്യനായ വരനെ തിരഞ്ഞെടുക്കാൻ അച്ഛനായ രാജാവ് അവർക്ക് അനുവാദം നൽകി. രാജ്യഭ്രഷ്ടനായി വനവാസം നടത്തുന്ന അന്ധനായ ഒരു രാജാവിൻ്റെ മകനായ സത്യവാൻ എന്ന രാജകുമാരനെയാണ് സത്യവതി തിരഞ്ഞെടുത്തത്. എന്നാൽ അവിടെ ഉപസ്ഥിതനായിരുന്ന ഋഷി നാരദൻ ഇതിനോട് യോജിച്ചില്ല. കാരണം സൽഗുണസമ്പന്നാണെങ്കിലും സത്യവാൻ അല്പായുസിയാണ് എന്നതായിരുന്നു അതിൻ്റെ കാരണം. 1 വർഷത്തിനകം രാജകുമാരൻ മരിക്കുമെന്നറിയിച്ചിട്ടും സാവിത്രി തനിക്ക് സത്യവാൻ തന്നെ വരനായിട്ടും മതിയെന്ന് കാര്യകാരണ സഹിതം അച്ഛനെ അറിയിച്ചു. കുമാരിയുടെ ദൃഢനിശ്ചയത്തിൽ ആകൃഷ്ടനായ ഋഷി നാരദർ അതിന് അനുവദിക്കുകയും സാവിത്രിയുടെ അച്ഛനായ രാജാവിനോട് വിവാഹം നടത്തിക്കൊടുക്കുവാൻ അറിയിക്കുകയും ചെയ്തു. വിവാഹശേഷം സത്യവതി രാജ്യഭ്രഷ്ടനായി കാനനത്തിൽ താമസിക്കുന്ന തൻ്റെ ഭർത്താവിനോടൊപ്പം താമസം തുടങ്ങി. ഭർത്താവിനെയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും നിഷ്ഠയോടുകൂടി ശുശ്രൂഷിച്ചും തൻ്റെ ഭർത്താവിൻ്റെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിച്ചും കഴിഞ്ഞു. ഒരു ദിവസം രാജകുമാരനുമായി വിറക് ശേഖരിക്കാൻ വനത്തിൽ പോയപ്പോൾ ക്ഷീണിതനായ അദ്ദേഹത്തെ മടിയിൽ കിടത്തി പരിചരിച്ചു. ആയസറ്റ രാജകുമാരൻ്റെ ജീവനെ കൊണ്ടുപോകാൻ യമധർമ്മൻ വന്നപ്പോൾ മാത്രമാണ് രാജകുമാരൻ മരിച്ചു എന്ന് തിരിച്ചറിഞ്ഞത്. തൻ്റെ പ്രിയതമൻ്റെ ജീവനെ തിരികെ തരണമെന്ന് കേണപേക്ഷിച്ചുകൊണ്ട് യമധർമ്മൻ്റെ പിന്നാലെ സാവിത്രി കൂടി. അത് അസാധ്യമാണെന്നും മറ്റെന്ത് വരം വേണമെങ്കിലും തരാം എന്നും അറിയിച്ചു. അന്ധനായ ഭർത്തൃപിതാവിൻ്റെ കാഴ്ച തിരികെ ലഭിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടുപോയ രാജ്യം തിരിച്ചു കിട്ടുമെന്നും അനുഗ്രഹിച്ചു. എന്നാൽ അതൊന്നും തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ്റെ പകരമാവില്ലെന്നും അദ്ദേഹത്തിൻ്റെ ജീവൻ വിട്ടു നൽകണമെന്നും യാചിച്ചുകൊണ്ട് സാവിത്രി യമധർമ്മനെ പിന്തുടർന്നു. ഭർത്തൃപിതാവിന് സത്യവാനേക്കാൾ യോഗ്യരായ അനേകം പുത്രന്മാർ പിറക്കുമെന്നും യമധർമ്മൻ അറിയിച്ചു. എന്നാൽ അതൊന്നും തൻ്റെ ദുഃഖത്തിന് നിവാരണമാകില്ലെന്നും സത്യവാനെ തിരികെ കിട്ടാതെ താൻ പോകില്ലെന്നും സാവിത്രി ദൃഢനിശ്ചയത്തോടുകൂടി അറിയിച്ചു. എന്നാൽ നിനക്ക് 1000 സത്പുത്രന്മാർ ഉണ്ടാകും എന്ന് അനുഗ്രഹിച്ചു. ഇത് കേട്ട സാവിത്രി പറഞ്ഞു, അല്ലയോ യമധർമ്മ, പതിവ്രതയായി എനിക്ക് സത്യവാനില്ലാതെ എങ്ങനെ പുത്രന്മാർ പിറക്കും എന്ന് ചോദിച്ചു. തനിക്ക് പറ്റിയ ശ്രദ്ധക്കുറവ് മനസ്സിലാക്കിയ യമധർമ്മൻ നിവൃത്തിയില്ലാതെ ജീവനെ തിരിച്ചു നൽകി അവരെ അനുഗ്രഹിച്ചു എന്നാണ് ചരിത്രം. ഇതിവിടെ പറഞ്ഞത് തൻ്റെ നിഷ്ഠ കൊണ്ടും പാതിവൃത്യ ശുദ്ധി കൊണ്ടും ഭർത്താവിൻ്റെ ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ തക്ക ശ്രേഷ്ഠരായ സ്ത്രീരത്നങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അവരാരും തന്നെ ഹിമാലയത്തിൽ വന്ന് തപസ് അനുഷ്ഠിച്ചുള്ളവരല്ല. ഈ യോഗ്യത നേടിയത് ഗ്രഹധർമ്മം അനുഷ്ഠിച്ചാണ്. ഇതുപോലെ നിരവധി ശ്രേഷ്ഠരായ തപസ്വിനികൾ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മടങ്ങിപ്പോകാൻ സമയമായതിനാൽ തൽക്കാലം വിരമിക്കാം. ഇനിയും ഹിമാലയത്തിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ യാത്രയാക്കി. നമസ്കാരം.